KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് അന്തിമ രൂപമായി. KM മാണിയുടെ തീരുമാനം ഏകപക്ഷീയം, പുനഃപരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. സ്കൂൾ ഓഫ് ഖുർആൻ ട്രെയിനിംഗ് ക്യാമ്പ് സമാപിച്ചു. സലഫി പ്രഭാഷകൻ സാക്കിർ നായിക്കിനും റിസർച്ച് ഫൌണ്ടേഷനുമെതിരെ മുംബൈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. കൂടംകുളം ആണവ നിലയത്തിന്റെ 1ാം യൂണിറ്റ് കമ്മീഷൻ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ്, തമിഴ്നാട് മുഖ്യമന്ത്രി എന്നിവർ ചേർന്നാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. ATM പണം തട്ടിപ്പ് നടത്തിയത് വ്യാജ സ്ലോട്ടിലൂടെയെന്ന് അറസ്റ്റിലായ മുഖ്യപ്രതി. പിണറായിയുടെ ഭരണത്തിന് കീഴിൽ കേരളം കള്ളന്മാരുടെ പറുദീസയായെന്ന് പ്രതിപക്ഷ നേതാവ്. ഓണക്കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിന്റെ കാരുണ്യം സന്തോഷകരമെന്ന് ICF. വാർത്തകൾ വിശദമായി. UDF വിടാനുള്ള കേരള കോൺഗ്രസ് EM തീരുമാനം ഏകപക്ഷീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തീരുമാനം KM മാണി പുനഃപരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നണിയിൽ എല്ലാവർക്കും തുല്യ പരിഗണനയാണ് കോൺഗ്രസ് എക്കാലവും നൽകിയിരുന്നത്. ഒരിക്കലും വെല്ലേട്ടൻ മനോഭാവം പുലർത്തിയിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. മുന്നണി വിടാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഏകപക്ഷീയമാണ്. മുപ്പത്തിനാല് വർഷക്കാലമായി UDFന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കക്ഷി മുന്നണി വിട്ടുപോയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. UDF ഏതായാലും കേരള കോൺഗ്രസിനെയും മാണിസാറിനെയും മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയോ മുന്നണി ബന്ധം അവസാനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കേരള കോൺഗ്രസിന് മുന്നണിയിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ള ആഗ്രഹം UDFലെ ഒരു കക്ഷികൾക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ചർച്ചകൾക്കായി നിയോഗിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും UDFനെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനം ഇന്നത്തെ UDF യോഗം ചർച്ച ചെയ്യുകയുണ്ടായി. അതിനുവേണ്ടി ചില കർമ്മ പരിപാടികൾക്ക് ഇന്ന് രൂപം കൊടുക്കുകയുണ്ടായി. അപ്പോൾ കേരള കോൺഗ്രസ് എടുത്ത തീരുമാനം അവർ തന്നെ പുനഃപരിശോധിക്കാൻ തയ്യാറാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ കേരള കോൺഗ്രസും തമ്മിലുള്ള ധാരണ തുടരും. എല്ലാ ഘടകകക്ഷികളുമായും ഉഭയകക്ഷി ചർച്ച നടത്തും. 19-ന് ലീഗ്, ജനതാദൾ U എന്നിവരുമായി ചർച്ച നടത്തും. RSP, കേരള കോൺഗ്രസ്, ജേക്കബ് വിഭാഗം എന്നിവരുമായി 23-നും ചർച്ച നടത്തും. മാണി മുന്നണി വിട്ട ശേഷമുള്ള ആദ്യ UDF യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. സലഫി പ്രഭാഷകൻ സാക്കിർ നായിക്കിനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഇസ്ലാമിക് റിസർച്ച് ഫൌണ്ടേഷനുമെതിരെ മുംബൈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. റിസർച്ച് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മതപ്രഭാഷണങ്ങൾ മഹാരാഷ്ട്രയിൽ നിരോധിക്കണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന ആവശ്യം. അതേസമയം സാമ്പത്തിക വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംഘടനയ്ക്ക് നോട്ടീസ് അയച്ചു. സാക്കിർ നായിക്കിന്റെ നേതൃത്വത്തിൽ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിസർച്ച് ഫൌണ്ടേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ടാണ് മുംബൈ പോലീസ് മഹാരാഷ്ട്ര സർക്കാരിന് കൈമാറിയത്. സാക്കിറിന്റെ മുൻകാല പ്രവർത്തനവും മതം മാറ്റം ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ചും പ്രതികൂലമായ പരാമർശമാണ് റിപ്പോർട്ടിലുള്ളത്. സാക്കിറിന്റെ ഇന്ത്യയിലെ പ്രഭാഷണങ്ങൾ മതസ്പർദ്ധയുണ്ടാക്കുന്നതാണെന്നും സംഘടനയ്ക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം റിസർച്ച് ഫൌണ്ടേഷനെതിരെ നടപടിയെടുക്കുന്നതിന് നിയമോപദേശം തേടാനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സാക്കിറിന്റെ പ്രവർത്തനം വിശദമായി അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഉത്തരവിട്ട് 1 മാസത്തിനു ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മലയാളികളുടെ IS ബന്ധം സംബന്ധിച്ച് മുംബൈയിൽ നിന്നും കേരള പോലീസും ഭീകരവിരുദ്ധ സേനയും സംയുക്തമായി പിടികൂടിയ അർഷിദ് ഖുറൈശിക്കും റിസ്വാൻ ഖാനുമെതിരെ മുംബൈ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തു. UAPA നിയമം ഉൾപ്പെടെയുള്ളവ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്.
ഇതിനു പുറമെയാണ് റിസർച്ച് ഫൌണ്ടേഷന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വിവരം നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംഘടനയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സംഘടനയെ നിരോധിക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം. ATM മെഷീനിൽ വ്യാജ സ്ലോട്ട് ഘടിപ്പിച്ചാണ് പണം പിൻവലിക്കാനെത്തിയവരുടെ കാർഡ് വിവരങ്ങൾ ചോർത്തിയതെന്ന് അറസ്റ്റിലായ മുഖ്യപ്രതി മരിയൻ ഗബ്രിയേൽ പോലീസിന് മൊഴി നൽകി. തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. അതേസമയം 2 മാസത്തിനിടെ തലസ്ഥാനത്തെത്തിയ മുഴുവൻ വിദേശികളുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങി. റുമേനിയൻ പൌരന്മാരായ വിക്ടർ ക്രിസ്റ്റിൻ, മരിയൻ ഗബ്രിയേൽ, ഫ്ലോറിയൻ എന്നിവർ ചേർന്ന് രഹസ്യമായി ക്യാമറ ഘടിപ്പിച്ച ഇലക്ട്രോണിക് ഉപകരണം സ്ഥാപിച്ചത് വെള്ളിയമ്പലത്തെ SBI ATMൽ. പക്ഷേ വിവരങ്ങൾ ചോർത്തിയ സംഘം 50ലേറെ പേരുടെ പണം പിൻവലിച്ചതാകട്ടെ മുംബൈയിൽ നിന്ന്. ഈ ഹൈടെക് തട്ടിപ്പ് രീതിയെക്കുറിച്ച് പോലീസിന്റെ കണ്ടെത്തൽ ഇങ്ങനെയാണ്. ATMന് മുകളിൽ സ്ഥാപിച്ച സ്മോക്ക് ഡിറ്റക്ടറിലെ രഹസ്യ ക്യാമറ ഇടപാടുകാരുടെ പിൻ നമ്പർ പകർത്തും. മെഷീനിൽ ATM കാർഡ് ഇടുന്ന സ്ഥലത്ത് തട്ടിപ്പ് സംഘം വ്യാജ സ്ലോട്ടും സ്ഥാപിക്കും. ഇവിടെ സ്വൈപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് കാർഡിലെ വിവരങ്ങൾ വ്യാജ സ്ലോട്ടിൽ താനെ പതിയും. ഇങ്ങനെ ചോർത്തിയെടുക്കുന്ന വിവരങ്ങൾ സംഘത്തിലുള്ളവർ മുംബൈയിലെ കൂട്ടാളികൾക്ക് കൈമാറും. തുടർന്ന് വ്യാജ കാർഡുകളുണ്ടാക്കി പണം പിൻവലിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേരളം കള്ളന്മാരുടെ പറുദീസയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാരിന്റെ പോലീസ് നയം സമ്പൂർണമായി പാളിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇടത് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള UDF MLAമാരുടെ പ്രതിഷേധ ധർണ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു. സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരെയും ഭൂമി രജിസ്ട്രേഷൻ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനെതിരെയുമാണ് രൂക്ഷ വിമർശനം ഉയർന്നത്. നാട്ടിലെ കള്ളന്മാർക്ക് പോലും രക്ഷയില്ലാത്ത സ്ഥിതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു. ഇന്നിവിടെ കള്ളന്മാരുടെ പറുദീസയായി കേരളം മാറുന്നു. കേരളത്തിലുള്ളവർ മാത്രമല്ല, വിദേശികൾക്ക് പോലും ഇന്ന് കൊള്ളയടിക്കാൻ കഴിയുന്ന നാടായി കേരളം മാറുകയാണ്. കാരണം പിണറായി വിജയനാണ് ഇവിടെ ഭരിക്കുന്നത്. ഇവരുടെ തർക്കം എന്താണ്? രണ്ടാമത് ആരുടെ കാറ് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ ഇടണം, ആരിടണം എന്നുള്ള കാര്യത്തിലുള്ള തർക്കമാണ്. കൂടംകുളം ആണവ നിലയത്തിന്റെ 1ാം യൂണിറ്റ് കമ്മീഷൻ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത എന്നിവർ വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയാണ് നിലയം രാജ്യത്തിന് സമർപ്പിച്ചത്. ആദ്യ യൂണിറ്റിനു പിന്നാലെ പ്രവർത്തനക്ഷമമായ 2ാം യൂണിറ്റും ഉടൻ കമ്മീഷൻ ചെയ്യണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ആവശ്യപ്പെട്ടു. ഇതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. റഷ്യയുമായി സഹകരിച്ച് കൂടുതൽ വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. 1997ൽ റഷ്യയുടെ സഹകരണത്തോടെ നിർമ്മാണം തുടങ്ങിയ കുടംകുളം ആണവ നിലയം 2014 ഡിസംബറിലാണ് പൂർണ്ണ പ്രവർത്തനക്ഷമമായത്. 17,270 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവിട്ടത്. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ വിപണിയിൽ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓണക്കാലം കണക്കിലെടുത്ത് 1464 ഓണച്ചന്തകൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഓണക്കാലത്ത് സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സപ്ലൈകോക്ക് 81.42 കോടി രൂപ അനുവദിച്ചതായും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ജില്ലകളിലും ഓണച്ചന്തയ്ക്കായി 4,60 ലക്ഷം രൂപ നൽകും. ഓണക്കാലത്ത് ആദിവാസികൾക്ക് സൌജന്യ ഓണക്കിറ്റ് അനുവദിക്കും. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടിച്ചുണരാം നമുക്കു ഗതിവേഗം, അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം,
ധർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചന. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ജില്ലാ ഭാരവാഹികൾക്കുമായി ഈ മാസം 12, 13 തീയതികളിൽ കോഴിക്കോട് സമസ്ത സെന്ററിൽ വെച്ച് നടക്കുന്ന ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് അന്തിമരൂപമായി. 12-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 4-ന് പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് പതാക ഉയർത്തുന്നതോടെ 4:30-ന് രജിസ്ട്രേഷൻ ആരംഭിക്കും. 5 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ SJM പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖിയുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് അബൂ ഹനീഫൽ ഫൈസി തന്നല, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, മജീദ് കക്കാട്, യഹൂബ് ഫൈസി തുടങ്ങിയവർ സംബന്ധിക്കും. അഡ്വക്കേറ്റ് PTA റഹീം MLA വെക്കേഷൻ ക്യാമ്പ് സമ്മാനദാനം നിർവഹിക്കും. രാത്രി 7-ന് നടക്കുന്ന 1-ാം സെഷനിൽ മുഅല്ലിം നേതൃത്വം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ ക്ലാസ് എടുക്കും. 13-ന് കാലത്ത് 6 മണിക്ക് PC അബ്ദുള്ള മുസ്ലിയാർ പൊയിലൂരിന്റെ നേതൃത്വത്തിലുള്ള ആത്മവിമർശനത്തോടെ ആരംഭിക്കുന്ന സെഷനിൽ നേതാവിന്റെ ആസൂത്രണം എന്ന വിഷയത്തിൽ ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി ക്ലാസ് എടുക്കും. 11 മണിക്ക് സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം പദ്ധതി അവതരണം നടത്തും. 2 മണിക്ക് 3-ാം സെഷനിൽ ദഅ്വ മുഅല്ലിം പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തിൽ PSK മൊയ്തുബാക്കവി മാടവന ക്ലാസ് എടുക്കും. വൈകുന്നേരം 4-ന് സമാപന സെഷനിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. AP മുഹമ്മദ് മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, VPM ഫൈസി വില്യാപ്പള്ളി, VM കോയമാസ്റ്റർ, AKC മുഹമ്മദ് ഫൈസി, വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി, ഉബൈദുള്ള സഖാഫി തുടങ്ങിയവർ സംബന്ധിക്കും. യോഗത്തിൽ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അബൂ ഹനീഫൽ ഫൈസി തന്നല, VPM ഫൈസി, ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി തുടങ്ങിയവർ സംബന്ധിച്ചു. സൌദി അറേബ്യയിൽ മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ ദുരിതം മനസ്സിലാക്കി 10 കോടി റിയാൽ സഹായമായി അനുവദിച്ച തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിന് ICF ദമ്മാം സെൻട്രൽ കമ്മിറ്റി ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തി. മാനുഷിക മൂല്യങ്ങളുടെ ഏറ്റവും ഉദാത്തമായ ഈ നടപടിയെ പ്രവാസലോകം എന്നും നന്ദിയോടെ ഓർക്കുമെന്നും സെൻട്രൽ സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് അഹ്സനി അധ്യക്ഷത വഹിച്ചു. ഷെരീഫ് സഖാഫി, റാഷിദ് അഹമ്മദ്, മൊയ്തീൻകുട്ടി കരാകുർശി, സലീം പാലച്ചിറ എന്നിവർ സംസാരിച്ചു. കുവൈത്ത് സിറ്റിയിൽ കുർത്തുബ ICF മാസം തോറും നടത്തിവരാറുള്ള ദിക്ർ സ്വലാത്ത് മജ്ലിസ് വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മുതൽ കുവൈത്ത് സിറ്റിയിലെ KPTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാരഗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പരിപാടിയിൽ ICF നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ദാരിമി, സയ്യിദ് സൈദലവി സഖാഫി, മുഹമ്മദ് കോയ സഖാഫി, മറ്റ് ICF നേതാക്കൾ പങ്കെടുക്കും. സ്കൂൾ ഓഫ് ഖുർആൻ ട്യൂട്ടർമാർക്ക് വേണ്ടി സംഘടിപ്പിച്ച പരിശീലന ക്യാമ്പ് സമാപിച്ചു. SYSന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന 600-ലധികം വരുന്ന സെന്ററുകൾക്ക് നേതൃത്വം നൽകുന്ന ട്യൂട്ടർമാർക്ക് പാഠ്യപദ്ധതി പരിശീലനവും പഠിതാക്കളുടെ വാർഷിക സംഗമ പദ്ധതിയും ക്യാമ്പിൽ ചർച്ച ചെയ്തു. വിവിധ സെഷനുകളിലായി കോഴിക്കോട് സമസ്ത സെന്ററിൽ ചേർന്ന ക്യാമ്പിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PKM സഖാഫി ഇരിങ്ങല്ലൂരിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ MH അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. CH റഹ്മത്തുള്ള സഖാഫി അളമരം, ഷാഫി സഖാഫി മുണ്ടമ്പ്ര, അബൂബക്കർ സഖാഫി അരീക്കോട്, ഷുക്കൂർ സഖാഫി വണ്ണക്കോട്, അബൂബക്കർ സഖാഫി വണ്ണക്കോട്, അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആനന്ദകരമായ മദ്രസാ വിദ്യാഭ്യാസം എന്ന പ്രമേയത്തിൽ SMA സംസ്ഥാന ക്യാമ്പയിൻ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാതല പ്രഖ്യാപനം ജില്ലാ സുന്നി സെന്ററിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ട നിർവഹിച്ചു. കൺവെൻഷൻ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. SMA ജില്ലാ പ്രസിഡന്റ് കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി അധ്യക്ഷത വഹിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് അന്തിമരൂപമായി. സ്കൂൾ ഓഫ് ഖുർആൻ ട്രെയിനിംഗ് ക്യാമ്പ് സമാപിച്ചു. സലഫി പ്രഭാഷകൻ സാക്കിർ നായിക്കിനും റിസർച്ച് ഫൌണ്ടേഷനുമെതിരെ മുംബൈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. കൂടംകുളം ആണവ നിലയത്തിന്റെ 1-ാം യൂണിറ്റ് കമ്മീഷൻ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ്, തമിഴ്നാട് മുഖ്യമന്ത്രി എന്നിവർ ചേർന്നാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. KM മാണിയുടെ തീരുമാനം ഏകപക്ഷീയം, പുനഃപരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. ATM പണം തട്ടിപ്പ് നടത്തിയത് വ്യാജ സ്ലോട്ടിലൂടെയെന്ന് അറസ്റ്റിലായ മുഖ്യപ്രതി. തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിന്റെ കാരുണ്യം സന്തോഷകരമെന്ന് ICF. ഓണക്കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായിയുടെ ഭരണത്തിന് കീഴിൽ കേരളം കള്ളന്മാരുടെ പറുദീസയായെന്ന് പ്രതിപക്ഷ നേതാവ്.
ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.